നമ്മുടെയൊക്കെ അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നൊരു പഴയ രീതി ഉണ്ടല്ലോ. കുറച്ച് കൂടുതൽ അച്ചാറൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ 2 ദിവസം മുമ്പേ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആരംഭിക്കും. അച്ചാറുണ്ടാക്കുന്നതിൻ്റെ കൂട്ട് അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കതിനൊന്നും സമയമില്ല. മാങ്ങ അരിയുന്ന താമസം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ 2 ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 2 കിലോ മാങ്ങയാണ് ഇവിടെ അരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1 സ്പൂൺ ഉപ്പ് ഇട്ടു, 1 സ്പൂണ് മഞ്ഞളും ഇട്ടിട്ടുണ്ട്. ഒരേ വലിപ്പത്തിൽ അരിഞ്ഞിരിക്കുന്ന മാങ്ങയുടെ മുകളിലേക്ക് ഇനി നമുക്ക് കുറച്ച് കായംപൊടി ഇടാനുണ്ട്. കായംപൊടി ആ ഡെപ്പിയെല്ലാം കാണിച്ചെങ്കിലും നമുക്ക് 1 സ്പൂൺ മാത്രം മതി. 1 സ്പൂണോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ടാൽ മതി. ഇങ്ങനെ അരിഞ്ഞു വെച്ച മാങ്ങയുടെ മുകളിലേക്ക് കായംപൊടി ഇടുന്ന കണ്ട ചുറ്റും വെതറി ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ആകെ ഇട്ടിരിക്കുന്നത് ഉപ്പ് 1 സ്പൂണ്, മഞ്ഞൾ 1 സ്പൂണ്, പിന്നെ കായംപൊടി 1 സ്പൂണും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം മാങ്ങയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്യണം. ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് പ്രത്യേകത. കുറച്ച് നേരം അങ്ങനെ ഇളക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ എല്ലായിടത്തും എത്തുകയുള്ളൂ. മാങ്ങയ്ക്ക് ചെറിയ നനവുള്ളത് കൊണ്ട് ഉപ്പൊക്കെ കൂടിക്കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കോളൂ. ഇനി ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ വറ്റൽമുളക് അത് കുറച്ച് മതി, പിന്നെ കറിവേപ്പില ആവശ്യത്തിന്. ഇനി നമുക്ക് ചൂടായ ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിക്കണം. ഒരു 120 ml എങ്കിലും വേണം. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ ഈ സ്പൂണിലെ ഒരു കടുക് ഇടുന്ന കണ്ട. കടുക് 1/2 സ്പൂണും കൂടി ഇട്ടോ. അങ്ങനെ ആ ചെറിയ സ്പൂണിന് 1.5 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി ഇടാനുണ്ട്. ഉലുവയാണ്. ഉലുവ ഇതുപോലെ പതുക്കെ പൊട്ടുന്ന കടുകിൻ്റെ മുകളിലേക്ക് ഇട്ടോളൂ. കുറച്ചൊന്ന് മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ. ആദ്യം കുറച്ച് ഇഞ്ചി അതിൽ നിന്ന് തട്ടി അങ്ങ് ഇടുക. ശരിക്കും ഇഞ്ചി മൂക്കുന്ന ലെവലാവണം. ഇതിനിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പച്ചമുളക് ഇടണം. പച്ചമുളക് 1/2 കപ്പ് നേരെ അങ്ങോട്ട് ഇട്ടേക്കുക. മിക്സ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി പതുക്കെ അങ്ങോട്ടിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കരിഞ്ഞു പോകുന്ന പാകത്തിന് ഇളക്കരുത്. ഏറെക്കുറെ ഒരു മൂപ്പ് കാണുമ്പോൾ നിർത്തിയേക്കണം. ഇനി നമ്മൾ ഇടാൻ പോകുന്ന ലാസ്റ്റ് ഐറ്റം കറിവേപ്പിലയാണ്. കറിവേപ്പില 1/2 കപ്പോളം വേണം. അതിനുശേഷം ശരിക്കും ഇളക്കി കൊടുക്കണം. അതാണ് പ്രധാനം. ഇളക്കി കറിവേപ്പില പൊടിഞ്ഞു പോകരുത്. ഇനി നമുക്ക് കുറച്ച് വറ്റൽമുളക് കൂടി ഇടാനുണ്ട്. 3-4 വറ്റൽമുളക് കട്ട് ചെയ്ത് നമ്മൾ വെച്ചിരുന്നല്ലോ, അത് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ലാസ്റ്റ് ഇളക്കിയെടുക്കണം. വറ്റൽമുളക് നമ്മൾ ഏറ്റവും അവസാനം ഇട്ടത് അത് പെട്ടെന്ന് മൂത്ത് കിട്ടുന്നത് കൊണ്ടാണ്. ചേരുവകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി സ്റ്റൗ ആവശ്യാനുസരണം ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ചിടുകയോ ചെയ്യുക. ഇനിയും ചീനച്ചട്ടിയിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പിക്കിളിൻ്റെ പൗഡർ, ബ്രാഹ്മിൻസിൻ്റെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതൊരു 4 സ്പൂണ് സെപ്പറേറ്റ് കോപ്പയ്ക്കകത്ത് എടുത്തിട്ട് വേണം നമ്മളതിനകത്തേക്ക് ഇടാനായിട്ട്. ഈ കൂട്ടാണ് നമ്മുടെ അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ ഇടികല്ലിലൊക്കെ ഇടിച്ചും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ പണ്ട് കാലത്ത് റെഡിമെയ്ഡായിട്ട് ഇതുപോലെ കിട്ടത്തില്ലല്ലോ. 4 സ്പൂൺ അച്ചാർ പൊടി ഈ കോപ്പയ്ക്കകത്ത് എടുത്തു. അതിനുശേഷം നമ്മളിനി 1 സ്പൂണ് മുളക് പൊടി കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനുണ്ട്. അച്ചാർ പൊടിയും മുളക് പൊടിയും ചേർന്നിട്ടുള്ള മിശ്രിതം നമ്മൾ ഇടുന്നതിന് മുമ്പ് നമ്മുടെ ചീനച്ചട്ടിയിലുള്ള ഐറ്റം നന്നായിട്ട് ഇതുപോലെ വഴറ്റി ഇളക്കി എടുക്കണം. നന്നായിട്ട് മൂക്കുന്ന രീതിയിലേക്ക് ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഇടാൻ പറ്റുള്ളൂ. വല്ലാതെ മൂക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണിത്. ഇവിടെ വെച്ച് നമ്മളുടെ ഈ മിശ്രിതം ഇടുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇളക്കി തുടങ്ങണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അത് ശരിക്കും പതുക്കെ ചുറ്റി നന്നായിട്ട് ഇളക്കി മറിക്കുക. ഇവിടെ മാങ്ങാച്ചാറിൻ്റെ യഥാർത്ഥ കോമ്പിനേഷൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ്, മഞ്ഞൾ, ഉലുവ ഇത് മിക്സ് ചെയ്ത് പൊത്തി വച്ചിരിക്കുന്ന മാങ്ങ എടുക്കണം. അച്ചാറുണ്ടാക്കുന്നതിന് വേണ്ടി മാങ്ങ നമ്മൾ അരിഞ്ഞ് അങ്ങനെ പൊത്തി വെച്ചിരിക്കുന്നതാണ്. 1 മണിക്കൂർക്ക് മുമ്പേ ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ പതുക്കെ ഇപ്പോൾ നമ്മളുടെ ചീനച്ചട്ടിയിലേക്ക് വടിച്ച് പതുക്കെ ഇടണം. അതോടൊപ്പം തന്നെ ഇളക്കുകയും വേണം. അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് 2-3 ദിവസമൊന്നും എടുത്തില്ല. ഇവിടെ മാങ്ങ അരിഞ്ഞു വെക്കണ താമസം മാത്രമേ ഉണ്ടായുള്ളൂ. മാങ്ങാച്ചാറിന് കിട്ടേണ്ട എല്ലാ ഫ്ലേവറും മണവും ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ പൊടിക്കകത്തുണ്ട്. അവസാനമായി നമ്മൾ ചേർത്ത 4 സ്പൂൺ അച്ചാർ പൊടി, 120 മില്ലി നല്ലെണ്ണ, അഡീഷണൽ 1 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തപ്പോൾ നമ്മളുടെ മാങ്ങാച്ചാർ ഓക്കെ ആയി. എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.